വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് സോഷ്യൽ സയൻസിന്റെ രണ്ട് ന്യൂ SCRT ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് രണ്ടും 8ാം ക്ലാസ്സിലെ 1, 2 ചാപ്റ്ററുകളായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 6, 7, 8 ചാപ്റ്ററുകളാണ്. 10ാം ക്ലാസ്സിലെ 6, 7, 8 ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ബഹുജന മുന്നേറ്റം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ, ഗാന്ധിജി വന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അടുത്തത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാന കാലഘട്ടം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഈ 3 ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതില് ആദ്യത്തെ ചാപ്റ്റർ, അതായത് 6ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇതുവരെ ക്ലാസ് കാണാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ SCRT സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ടീച്ചറുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അവിടെയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവനായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ചിലപ്പോൾ ഒരു ചാപ്റ്റർ മുഴുവനാവെന്നും പറയുമ്പോൾ പലർക്കും ബോറടിക്കും. 1 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവും. ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇതിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ഇപ്പൊ SCRT പാഠഭാഗങ്ങൾ പഠിക്കാതെ നിവൃത്തിയില്ല എന്നായിട്ട്. കാരണം അത് പല പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. നമ്മളിപ്പോ ഒരു സാധാരണ റാങ്ക് ഫയൽ ഒന്നും എടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത കുറേയധികം പോയിന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് വായിച്ചു ഒരു 20 മിനിറ്റ് ഒക്കെ ക്ലാസ് കേട്ടു, ബോറടിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ബാക്കി ഭാഗം കണ്ടാൽ മതി. ഒരുമിച്ചായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ 6ാമത്തെ ചാപ്റ്ററിൽ ഒരു വിചാരണയാണ് പറയുന്നത്. അതായത് ഒരു സെഷൻ ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡിന് മുൻപാകെ ഒരു എന്താ പറയാ, അദ്ദേഹം ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ വിധി പ്രഖ്യാപിക്കുന്നേക്കാൾ മുന്നേ വിധി പ്രഖ്യാപിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് പഠിക്കാം. ഗവൺമെന്റ് സർക്യൂട്ട് ഹൗസ് അഹമ്മദാബാദിലാണ്. മാർച്ച് 18-നാണ് 1922 അദ്ദേഹം പറയാണ്, വിധി പ്രസ്താവിക്കുകയാണ് നമ്മുടെ ജഡ്ജി. അപ്പൊ പറയാണ്, ഒരു രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്ന ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിന്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത എനിക്ക് അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണ് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിഭാവനവുമായ ജീവിതം നയിക്കുന്ന ആളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചു. പ്രതിക്ക് ശിക്ഷയായി എത്ര വർഷം? 6 വർഷത്തെ തടവ് ആര് വിധിച്ചു? ജഡ്ജി വിധിക്കുകയാണ്. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല എന്ന്. അപ്പോ ഈ നീതിപൂർവമായിട്ടുള്ള വിധി പറയാൻ പ്രയാസകരമാണ് എന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും അതുപോലെ തന്നെ രാജ്യസ്നേഹിയുമായിട്ടുള്ള ആ പ്രതി ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? മഹാത്മാഗാന്ധി ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്ന് പറയാം. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ആരാണ്? ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ അദ്ദേഹം 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഗാന്ധിജി 20 വർഷം എവിടെ ഉണ്ടായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഭ സഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ സഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി അവിടെ സമരം നയിക്കുകയുണ്ടായി.
അഹിംസ അല്ലെ, അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെ വെച്ച്? അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെ വെച്ച്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരി, ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ഇന്ത്യയിൽ തിരിച്ചെത്തി. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തി. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറയാണ്, അതായത് ഇവിടെ പറയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടുകൂടി കർഷകർ, ഗാന്ധിജി ഇന്ത്യയിൽ വന്നു, അങ്ങനെ നേതാവായി സ്വാതന്ത്ര്യ സമരത്തിന്റെ. അതോടുകൂടി കർഷകര്, തൊഴിലാളികള്, സ്ത്രീകള്, വിദ്യാർത്ഥികള് തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവരൊക്കെ തന്നെ സമരത്തിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുള്ളൂ എന്ന് ഗാന്ധിജിക്ക് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവരെയൊക്കെ, അതായത് എന്താണ്, തൊഴിലാളികളെയും സ്ത്രീകളെയും കർഷകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ അദ്ദേഹം ശ്രമിച്ചത്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം മുതൽ ഗേദ സത്യാഗ്രഹം വരെയുള്ള കാര്യങ്ങൾ അടുത്ത് നമ്മൾ പഠിക്കണേ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക പ്രദേശങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ആരിടപെടുകയാണ്? ഗാന്ധിജി ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ല, അദ്ദേഹത്തിന്റെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അപ്പോ ഈ ചമ്പാരനിലെ ഒരു പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല. അദ്ദേഹം ക്ഷണിച്ചിട്ട് ഗാന്ധിജി ചമ്പാരനിൽ വരികയാണ്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ആര് നിയോഗിക്കുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിക്കുന്നു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെടുന്നു. അതിനുശേഷം 1900, അപ്പൊ നമ്മൾ 1917 ചമ്പാരനാണ് പറഞ്ഞത്. അതിനുശേഷം 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം നടത്തി. തുടർന്ന് തൊഴിലാളികൾക്ക് വേതന വർധനവ് ലഭിക്കുകയും ചെയ്തു. 1917 ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം, 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം, ഈ രണ്ട് കാര്യമാണ് നമ്മൾ പഠിച്ചത്. 1918 തന്നെ നമ്മുടെ ഗുജറാത്തിൽ ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തുകയുണ്ടായി. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട് കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ, വിളനാശം ആരൊക്കെയാണോ നേരിട്ട് അവർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലും ഗാന്ധിജി പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന്, ഗാന്ധിജി എന്നൊരു പുതിയ നേതാവിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാര് പരിചയപ്പെട്ടു. അപ്പൊ 1900, ആദ്യം നമ്മൾ പറഞ്ഞു 1900 എന്നാണ് 17 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് മിൽ സമരം, 1918 തന്നെ ഗേദ സത്യാഗ്രഹം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി ഫസ്റ്റ് വേൾഡ് വാർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലാണ്ട് നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇല്ല. പക്ഷെ അത് പറയുമ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധം ഇവിടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. അറിയാത്ത കുട്ടികൾ മനസ്സിലാക്കുക, 1914 മുതൽ 18 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ അഥവാ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായത്. ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയാ നോക്കൂ. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തി. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധിയും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെടുക വരെ ചെയ്തു. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം, നമ്മുടെ അവിടെ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്?
യുദ്ധത്തിന്റെ പേരില് ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ കൂടുതൽ നികുതി നമ്മുടെ നിന്ന് ചുമത്തി ഇവിടെയുള്ള ധാന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊണ്ടുപോയി. അപ്പൊ നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ആ ക്ഷാമം മൂലം കുറെ ആൾക്കാർ മരണപ്പെടാനൊക്കെ കാരണമായി. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃസ്ഥാനത്ത് എത്തിയത്. അടിച്ചമർത്തലുകൾക്കെതിരെയായിട്ടുള്ള പോരാട്ടം. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഒന്നാം ലോക മഹായുദ്ധം നടന്നപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിനുശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൂടുതലും ശക്തമായി. അപ്പൊ അതിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആദ്യ നിയമമാണ് 1919 റൗലറ്റ് ആക്ട്. മനസ്സിലാക്ക മക്കളെ, വാറന്റ് ഇല്ലാതെ ആരെയും ബ്രിട്ടീഷുകാർക്ക് അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും അവർക്ക് ജയിലിൽ അടയ്ക്കാം. ഇതൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ. എന്താണ്? ഒരു വാറന്റും ഇല്ലാണ്ട് ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? ജയിലിൽ അടയ്ക്കാം, അല്ല അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അവരെ എന്തും ചെയ്യാൻ പറ്റും? ജയിലിൽ അടയ്ക്കാനും പറ്റും. അങ്ങനെ പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പൊ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6 എന്ന് കൃത്യമായി ഓർത്തു വെക്കണം. ഇതിന്റെ പ്രചരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോ ദേശീയ ഹർത്താല് ഉണ്ട് എന്ന് അറിയിക്കാൻ അതിന്റെ പ്രചരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിച്ചു. അപ്പൊ എന്തുമായിട്ട് റിലേറ്റഡ് ആണ് സത്യഗ്രഹ സഭ? റൗലറ്റ് ആക്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജി ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച, അതായത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച എന്ന് ഗാന്ധിജി ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? ഈ എന്താ പറയുക, റൗലറ്റ് ആക്ടിനെതിരെ നടന്ന ഹർത്താലിനെയാണ്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. എവിടേക്ക് ശക്തമായിരുന്നേ? പഞ്ചാബ്, ലാഹോർ. പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാല, അതുപോലെ തന്നെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു എന്നിവരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. അമൃത്സറിൽ പട്ടാള നിയമമൊക്കെ പ്രഖ്യാപിച്ചു. ക്ലിയർ ആയോ? നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയം വാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം നടന്നു. ആ പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം പട്ടാളം വെടിവെപ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തുണ്ടായിരുന്നുള്ളൂ. വെടിവെച്ച ആൾക്കാർക്ക് ഓടിപ്പോവാൻ പറ്റണ്ടേ മക്കളെ? അപ്പൊ മുന്നറിയിപ്പ് നൽകാതെ വെടിവെച്ച് എന്താണ് 10 മിനിറ്റ് നേരം തുടർന്ന് 10 മിനിറ്റ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നവര് 10 മിനിറ്റോളം കണ്ടു. ഇവിടെ ചുമരുമ്പയൊക്കെ നിറച്ച് ഹോളുകൾ കണ്ടു ആ വെടിവെച്ചിട്ട്. അപ്പോ 379 പേര് കൊല്ലപ്പെട്ടു എന്നാണ് സർക്കാർ രേഖ എന്നാ പറയണേ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, 1000-ലധികം പേർക്ക് പരിക്കേറ്റു, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെയാ പറയണേ. അപ്പൊ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന 1919 ഏപ്രിൽ 13 ആരാണ് വെടിവയ്പ് നടത്തിയത്? ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരമാണ് ബ്രിട്ടീഷുകാർ വെടിവെപ്പ് നടത്തിയത് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവയ്ക്ക് ഉത്തരം ഇപ്രകാരമായിരുന്നു. കമ്മീഷൻ ചോദിക്കുകയാണ്, ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവെപ്പിന്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, ശരിയാണോ? അപ്പൊ അയാൾ പറഞ്ഞു ശരിയാണ്, അതെ ഞാൻ അങ്ങനെ ചെയ്തു. ചോദ്യം, പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും ആയിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നു? ഒരുപക്ഷെ ആകാം, ചിലപ്പോ ആവാം. കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു എന്ന് കണ്ടോ. അവിടെ വന്നവരെ മുഴുവൻ വധിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നതായിട്ട് ആ കമ്മീഷന് മുമ്പേ ആര് പറഞ്ഞു എന്നാ പറയണത്? ജനറൽ ഡയർ. ആരാണ്? ജനറൽ ഡയർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത്, റൗലറ്റ് സമരത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തി ആർജിച്ചത്. ഗ്രാമീണ മേഖലയിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണം എന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടു കൂടി ഗാന്ധിജി ഖിലാഫത്ത് എന്ന് പറയുന്ന
പ്രശ്നം ഏറ്റെടുത്തു. എന്താണ് ഖിലാഫത്ത് പ്രശ്നം എന്ന് നമ്മൾ ഇവിടെ പെട്ടിയിലുണ്ട്, നമുക്ക് പറയാം. സഹോദരന്മാരായ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയും ആയിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമരം കുറച്ചും കൂടി ഭംഗിയാകണമെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണം എന്ന് ആർക്ക് മനസ്സിലായി? ഗാന്ധിജിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഖിലാഫത്ത് പ്രശ്നം ആര് ഏറ്റെടുത്തത്? ഗാന്ധിജി ഏറ്റെടുത്തത്. ഖിലാഫത്ത് പ്രശ്നം എന്താ? ഖിലാഫത്ത് പ്രശ്നം ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി, ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജയിച്ചവര് പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. എന്താണ്? അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികള് പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേര് സെവ്രസ് ഉടമ്പടി എന്നാണ്. ശ്രദ്ധിക്കുക, അതൊന്നും നമ്മുടെ ബുക്കുകളിൽ ഒരു റാങ്ക് ഫയലിലും കാണാത്ത കാര്യങ്ങളാണ്. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പൊ മുസ്ലിങ്ങൾ ആരംഭിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഹിന്ദുക്കളും കൂടി പിന്തുണയ്ക്കുമ്പോൾ അവിടെ ഒരു ഐക്യം ഉണ്ടാവാൻ കാരണമായി, അല്ലെ? അങ്ങനെ ഗാന്ധിജി കൂടി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു. നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. എന്താണ് നിസ്സഹകരണവുമായി ബന്ധപ്പെട്ട്? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിസ്സഹകരണമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തേ? ബ്രിട്ടീഷ് ഭരണകൂടം നമുക്ക് നൽകിയ പദവികളൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തു. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെച്ചു. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ വിട്ട് സ്വന്തം പ്രാദേശിക വിദ്യാലയങ്ങളിലേക്ക് കുടിയേറി. വിദേശ വസ്തുക്കൾ അവർ ബഹിഷ്കരിച്ചു. വിദേശത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാണ്ടായി. ഇനി നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചു. നിയമനിർമ്മാണ സഭയിൽ പല ആൾക്കാരും അംഗങ്ങളായിരുന്നു ഇന്ത്യക്കാര്, അതൊക്കെ ബഹിഷ്കരിച്ചു. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. അതായത് സാമുദായികമായിട്ടുള്ള ഒരു സൗഹാർദ്ദം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കുക, സ്വദേശി വസ്തുക്കൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. നിസ്സഹകരണത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. ജനങ്ങളെ നേരിൽ കണ്ടു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണ് എന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാകുന്നതിന് സഹായമായി. അപ്പൊ ഗാന്ധിജിയും അതുപോലെ തന്നെ അലി സഹോദരന്മാരും ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ വരെ എത്തി ആൾക്കാരെ നേരിട്ട് കണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും ഇതിൽ പങ്കാളികളാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവർക്കും എന്താ പറയാ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാൻ കാരണമായി. നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ ഉണ്ടായേ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒരു കാര്യം പറയാണ്. ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. പ്രസിദ്ധീകരിച്ച വർഷം 1909 പ്രധാനമാണ് കേട്ടോ. ഗാന്ധിജി രചിച്ച 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി പ്രകാരം വിശദീകരിച്ചു. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം വന്നത്. ശരിയല്ലേ? പല ആൾക്കാരും ഇവിടെ വന്നപ്പോ അവര് നമ്മള് കച്ചവടം ചെയ്യാനുള്ള അനുമതിയൊക്കെ കൊടുത്തോണ്ടല്ലേ അവരിവിടെ നിന്നത്. അത് നിലനിൽക്കാനും ഈ സഹകരണം നിലനിൽക്കുന്നത് ഈ സഹകരണം കൊണ്ടാണ്. അപ്പൊ ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു വർഷം കൊണ്ട് തന്നെ ഇവിടെ അവസാനിപ്പിച്ചു പൊക്കോളും. സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. എന്ത് നിലവിൽ വരും? സ്വരാജ്. അപ്പൊ ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നതാണ്. അപ്പൊ ഹിന്ദു സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യയുടെ സ്വയം ഭരണമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി ജനപങ്കാളിത്തം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീകൾ എന്ത് ചെയ്തു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു. വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കാനൊക്കെ ആര് പങ്കാളികളായി? സ്ത്രീകൾ പങ്കാളികളായി. നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികൾ എന്താ ചെയ്ത്? മദ്രാസില്
ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമില് തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിനോട് സഹകരിച്ചു. കണ്ടു. അപ്പോ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ എവിടെയാണ്? മദ്രാസിലാണ്. അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാളിലെ റെയിൽവേ തൊഴിലാളികളൊക്കെ പണിമുടക്കിനോട് സഹകരിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? സർക്കാർ സ്കൂളുകളും കോളേജ് സ്കൂളുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിച്ചു. അതായത് ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളൊക്കെ ബഹിഷ്കരിച്ചു എന്ന്. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അപ്പോ നിസ്സഹകരണ സമര സമയത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയവർ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരങ്ങളിൽ പങ്കാളികളായി. അപ്പൊ വനവിഭവങ്ങളൊന്നും ശേഖരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വന നിയമം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ. അത് ആര് ലംഘിച്ചു? ഗോത്ര വിഭാഗക്കാർ ലംഘിച്ചുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ അവർ ചേർന്നു. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. അപ്പൊ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്ന് ചണത്തിന് പകരം ഒരു നെല്ലും പരുത്തിയും എന്താ കൃഷി ചെയ്യാൻ തുടങ്ങി. നെല്ല് കൃഷി ചെയ്താൽ എന്തുണ്ടാവും? ഭക്ഷിക്കാം അല്ലെ. ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് ചണമില്ലുകളൊക്കെ അടച്ചുപൂട്ടും. നെൽകൃഷി വ്യാപിപ്പിച്ച ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ പറ്റും. പരുത്തി കൃഷി ഉണ്ടായാൽ നെയ്ത്ത് ജോലിയും ഖാദിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെ അടുത്തത് നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസുകാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെക്കുന്നു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ വെന്തുമരിക്കുന്നു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. എന്തിനെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്? അപ്പോ ചൗരി ചൗര സംഭവത്തെ തുടർന്ന്. അപ്പോ ഈ തീരുമാനം മറ്റു നേതാക്കളെ വളരെ അമ്പരപ്പിക്കുകയും വളരെയധികം വിഷമിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിക്കുകയും ഉണ്ടായി. എന്താ? ദേശീയ ദുരന്തം. പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ 6 വർഷത്തിന് എന്താണ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതിനിടയിൽ ഇവിടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി ഒന്ന് നോക്കിയാലോ നമുക്ക്. എന്താണ് ചിരാല പെരാല? ചിരാല പെരാല നിസ്സഹകരണ സമര കാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമാണ് ചിറാല പെരാല. അപ്പൊ ചിറാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ചെറുനഗരാണ് അല്ലെ. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങി. മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കാൻ പോയി. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ 11 മാസക്കാലം ഇവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അതാണ് ചിരാല പെരാല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചിരാല പെരാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നഗരമാണ്. ആ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാലോ, കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ നികുതിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ കൂടുമ്പോഴേ ആ ഭാഗത്തുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നികുതിയും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഇവർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കോർപ്പറേഷനാക്കി മാറ്റിയുള്ള കാശ് മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ആരാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ കേട്ടോ. അദ്ദേഹം 15,000-ഓളം ആൾക്കാരും വേറെ സ്ഥലത്തേക്ക് 11 മാസത്തോളം മാറി താമസിച്ചു എന്നാ പറയണേ. ഇനി അടുത്തത് പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നല്ലോ, അത് നമ്മൾ പറഞ്ഞു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസ്, മോത്തിലാൽ നെഹ്റു. അതായത് എന്തിനാ നിയമനിർമ്മാണ സഭയിൽ നിന്നൊക്കെ നമ്മൾ ബഹിഷ്കരണം നടത്തണമെന്നാണ് CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും അഭിപ്രായം. അങ്ങനെ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. 1923 ഇവരാണ് എന്ത് രൂപീകരിച്ചത്? സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. CR ദാസിനെയും മോത്തിലാൽ
നെഹ്റുവിനെയൊക്കെ കാണാല്ലേ. അടുത്തത്, നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിന് വേദിയാക്കിയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കുക. അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചുവെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലേറെയും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം അതിന് ഉദാഹരണമാണ്. അല്ലൂരി സീതാരാമ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു റാംപ ലഹള എന്നറിയപ്പെട്ടിരുന്ന സമരം. അപ്പൊ എവിടെയാണ്? ആന്ധ്രയിലാണ് റാംപ ലഹള നടന്നത്. റാംപ ലഹള നടന്നു ആന്ധ്രയിൽ. ആരുടെ നേതൃത്വത്തിൽ? അല്ലൂരി സീതാരാമ രാജു. ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലുവയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് നയിച്ചത്. കണ്ടോ? അതായത് ബ്രിട്ടീഷ് വന നിയമമാണ് ആരെ? അല്ലൂരി സീതാരാമ രാജുവിനെ റാംപ ലഹളയ്ക്ക് നയിച്ചത് എന്ന് മനസ്സിലാക്കാം. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തി. അല്ലൂരി സീതാരാമ രാജു സമരത്തിനിടയിൽ കൊല്ലപ്പെട്ടു. പാവം, അദ്ദേഹം മരിച്ചു. അതായത് MSP മലബാർ സ്പെഷ്യൽ പോലീസും അതുപോലെ തന്നെ എന്താണ് ഇവിടെ അസം റൈഫിൾസ് ഒക്കെ വന്നിട്ടാണ് ഈ പാവം എന്താ പറയുന്നത് ഗോത്ര വിഭാഗക്കാരും അങ്ങനെയുള്ള കാട്ടിലുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയണ വെടിവെക്കാനൊക്കെ പോണേ. അപ്പൊ പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റുമോ? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്യുകയും ഉണ്ടായി. അതിനു മുമ്പ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നമ്മുടെ ഗാന്ധിജിയും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്ന ഫോട്ടോ ആണ് ഇവിടെ കണ്ടേക്കണം, നോക്കിയോളൂ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിന്റെ പേര് വനജാക്ഷി മന്ദിരം, അവിടെ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ച മക്കളെ. 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞ കൂടിക്കാഴ്ചയാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ 1925 മാർച്ച് 12 വർക്കലയിൽ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ കൂട്ടുമുട്ടിയ ആ ഒരു കാഴ്ച കേട്ടോ. ഇനി സൈമണോട് സൈമൺ കമ്മീഷനോട് പറയണം പൊക്കോളാൻ. അതാണ് നമ്മൾ അടുത്ത് പഠിക്കണേ. ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സർ ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. അതായത് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റി നിർദ്ദേശം നൽകാൻ ജോൺ സൈമന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ പോയിട്ടുണ്ട്. കമ്മീഷനിൽ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. നമ്മുടെ ഇവിടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടത്തണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുണ്ടാവണ്ടേ, ആവശ്യങ്ങൾ നമുക്കറിയണ്ടേ. അപ്പോ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം 1928 ഫെബ്രുവരി 3 രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോകുക അഥവാ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തി ചാർജിൽ പരിക്കേറ്റ ലാലാ ലജപത് റായ് പിന്നീട് മരണപ്പെട്ടു. ഈ സൈമൺ കമ്മീഷനെതിരെ നടന്ന ലാത്തി ചാർജിലാണ് ലാലാ ലജപത് റായ്ക്ക് കുറേയധികം പരിക്കേറ്റത്. പാവം, അദ്ദേഹം പിന്നീട് മരണപ്പെടുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് കേട്ടോ മക്കളെ. ഇനി നോക്കിയേ, കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ്? നമുക്ക് എന്താ പറ്റില്ലേ? ഭരണഘടന തയ്യാറാക്കി നമുക്ക് ഭരിക്കാൻ പറ്റില്ലേ? എന്താ ഇന്ത്യക്കാർക്ക് അത് കഴിയില്ല എന്ന് ഇവര് പറയണേ? അതുകൊണ്ട് നമ്മൾ എന്നൊരു റിപ്പോർട്ടൊക്കെ എഴുതി തയ്യാറാക്കി. പിൽക്കാലത്ത് ഇന്ത്യൻ ഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് വളരെയധികം സ്വാധീനം ചെലുത്തി എന്നും നമ്മൾ മനസ്സിലാക്കണം. ബർദോളിയിലെ കാർഷിക മുന്നേറ്റം. 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു. 1928 ഗുജറാത്തിലെ ബർദോളി സത്യാഗ്രഹം കർഷക സമരമാണ്.
അപ്പൊ അതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. അതിനുശേഷമാണ് അദ്ദേഹത്തെ ബർദോളി ഗാന്ധി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ. ഇനി അടുത്തത് നോക്കിക്കോളോ. അബ്ബാസ് തിയാബ്ജി ഉണ്ടായിരുന്നു, വിത്തൽ ഭായ് പട്ടേലും നേതൃത്വത്തിലുണ്ടായിരുന്നു ഇയാളുടെ കൂടെ. നികുതി വർധനമായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചോളൂ. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. അതായത് ഉപകരണങ്ങളൊക്കെ പല പാർട്സുകളായിട്ട് പല സ്ഥലത്തും വെച്ച് അവർക്ക് കൂട്ടിയോജിപ്പിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമരമുറകളൊക്കെയാണ് ഇവർ ഉപയോഗിച്ചത്. ലാഹോർ സമ്മേളനം അടുത്തത്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയും എനിക്ക് വിശ്വാസമില്ല. ഇത് പറഞ്ഞത് ആര് എന്ന് ചോദിക്കാം. ജവഹർലാൽ നെഹ്റു ആണ്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ നമ്മൾ വായിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായി. കാരണം കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് ലാഹോർ INCയിലാണ്. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടത് ലാഹോർ INCയിലാണ്. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചതും ഏതിലാണ്? നമ്മുടെ ലാഹോർ INCയിലാണ്. ഇനി അടുത്തത് ലാഹോർ സമ്മേളനത്തിലെ തീരുമാനപ്രകാരം 1930 ജാനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനങ്ങൾ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് അവർ ആഘോഷിച്ചു. ഇതിന്റെ എന്താ പറയാ ഓർമ്മയ്ക്കാണ് സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജാനുവരി 26 നമ്മൾ തെരഞ്ഞെടുത്തത്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? റിപ്പബ്ലിക്കിന് മുമ്പുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ കുറിച്ച്. ദണ്ഡിയിലെ കടലിരമ്പം, അതായത് എന്താണ് ദണ്ഡി മാർച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലാഹോർ സമ്മേളനം തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യം, ലാഹോർ സമ്മേളനത്തിലാണല്ലോ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ഒരു സമരമുറ നമ്മൾ സ്വീകരിച്ചത്. അങ്ങനെ ബഹുജന സമരം തുടങ്ങി. ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്തൊക്കെ കൊടുത്തു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചു. അതായത് അദ്ദേഹം മാന്യനാണ്, നമുക്കറിയാം. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാ, അല്ലാണ്ട് പിന്നിൽ നിന്നുള്ള പരിപാടിയൊന്നും ഇല്ല. ഗാന്ധിജി പറയാണ്, ഞാൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവാണ്, ഞങ്ങൾക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും നിങ്ങൾ ശരിയാക്കി തരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജി നിയമലംഘന സമരം തുടങ്ങിയത് എന്ത് നിയമം ലംഘിച്ചു കൊണ്ടാണ്? ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. എവിടെ വെച്ച്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച്. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര. എത്ര നാളെ നീണ്ടുനിന്നു? 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകർ വരെ എത്തി. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയ ആൾക്കാരോട് ഗാന്ധിജി ശുചിത്വ ബോധത്തെക്കുറിച്ചും ഖാദി ധരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും സാമുദായിക സൗഹാർദ്ദം ഉണ്ടാവേണ്ടതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. 1930 ഏപ്രിൽ 6 അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാ ഉപ്പ് തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം എന്നാണ് പലരുടെയും സംശയം. അപ്പൊ ആ സംശയമാണ് ഈ പെട്ടിയിൽ കൊടുത്തേക്കണേ. ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ
നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖല കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾ കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നാണ്. നിന്ദ്യമായ കുത്തക എന്നാണ്. അപ്പൊ ഉപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ഇനി ധരാസനയിലെ പോരാട്ടം എന്താണ്? ധരാസനയിലെ പോരാട്ടം ശ്രദ്ധിച്ചോളൂ. 1930 മെയ് 21 2000-ലധികം പേർ തുടങ്ങിയ ഒരു സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തി. അപ്പോ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രം, അപ്പൊ ധരാസന ഒരു ഉപ്പ് നിർമ്മാണ കേന്ദ്രമാണ്, ഗുജറാത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. ധരാസന എന്താണ്? ഒരു ഉപ്പ് നിർമ്മാണ കേന്ദ്രമാണ് അല്ലെ. ഇനി എന്താ അവിടെ എത്തിയപ്പോ അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? സമരക്കാർ നിലത്ത് വീഴുന്നത് വരെ അവരെ മർദ്ദിച്ചു എന്നാ പറയണേ. പരിക്കേറ്റവരെ സമരക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴും പുതിയ സംഘം മുന്നോട്ട് വന്നു. പോലീസ് എല്ലാവരെയും തല്ലിച്ചതച്ചു. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം മുന്നോട്ട് വന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320 പേരും മരിച്ചവർ 2 പേരുമായിരുന്നു. കണ്ടോ? 320 പേരും മരിച്ചു. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായ വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി: 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? വെബ് മില്ലർ ആണ് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തത്, വടക്ക് പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഗുദായ് ഖിദ്മത്കാർ എന്ന ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ കീഴിൽ ഉണ്ടായിരുന്ന സന്നദ്ധ സേനയുടെ പേര് എന്ത്? ഗുദായ് ഖിദ്മത്കാർ. ഗുദായ് ഖിദ്മത്കാർ. ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കർഷകർ എന്താ ചെയ്തേ? സർക്കാരിന് നികുതി നൽകാതെ, ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെ സമരത്തിൽ പങ്കാളിയായി. തൊഴിലാളികൾ എന്താ ചെയ്തേ? റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂർ, മഹാരാഷ്ട്രയിലെ ഷോലാപൂരിലെ തൊഴിലാളികൾ നടത്തിയ സമരവും അക്രമത്തിൽ കലാശിച്ചു. അതുപോലെ തന്നെ ഗോത്ര ജനത എന്താ ചെയ്തത്? നേരത്തെ പറഞ്ഞ പോലെ നിയമം ലംഘിച്ചു. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികൾ സജീവമായി പങ്കെടുത്തു. കച്ചവടക്കാരെന്താ ചെയ്തേ? ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും തയ്യാറായില്ല. അടുത്തത് റാണി ഗെയ്ഡിൻല്യൂവിനെ കുറിച്ചാ പറയണേ. നിയമസമര കാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതയായിരുന്നു റാണി ഗെയ്ഡിൻല്യൂ. നിയമലംഘനവുമായിട്ട് ബന്ധപ്പെട്ട സമരകാലത്ത് അവർ യൗവനകാലം മുഴുവൻ ജയിലിൽ കഴിയാണ്. പാവം. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗെയ്ഡിൻല്യൂ ജയിൽ മോചിതയായത്. കണ്ടോ? അപ്പൊ ഇതായത് നിയമലംഘന സമരകാലത്ത് റാണി ഗെയ്ഡിൻല്യൂ എവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? നിയമലംഘനത്തിന് വേണ്ടിയിട്ട് വളരെ മുന്നോട്ട് നിന്നിട്ടുള്ള ലേഡി ആയിരുന്നു. അപ്പൊ അവരെ ജയിലിൽ അടച്ചിട്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് അവർക്ക് അവരുടെ യൗവനം മുഴുവൻ എവിടെയായിരുന്നു? ജയിലിലായിരുന്നു എന്നാ പറയണ കേട്ടോ മക്കളെ. ഇനി അടുത്തത് സന്ധി സംഭാഷണങ്ങൾ. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന നിയമലംഘന സമരം ബ്രിട്ടീഷുകാർ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെട്ടു. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ 1930 ആദ്യത്തെ വട്ടമേശ സമ്മേളനം, അതിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. നിയമലംഘന സമരം നിർത്തിവെച്ചു. ഈ ഉടമ്പടി പ്രകാരം ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്നാൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു. മൂന്നാം വട്ടമേശ സമ്മേളനവും കോൺഗ്രസും ബഹിഷ്കരിക്കുകയുണ്ടായി ട്ടോ. അപ്പോ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ 1930,
30, 31, 32 സന്ദർഭങ്ങളിൽ നടന്നു. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇങ്ങനെ പോവാന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പറയാണ് എന്തെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ടി വരുന്ന ആർക്ക് മനസ്സിലായി, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത് നടത്തിയത് കേട്ടോ. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും കൂടി 1931 മാർച്ച് 5-ന് ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ ഒപ്പുവെച്ചത്. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തു. പക്ഷെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. സായുധ വഴിയിലെ പോരാട്ടം. സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലെത്താൻ കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങൾ പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിന്റെ വഴി സ്വീകരിച്ചു. ആരായിരിക്കും? യുവാക്കളായിരിക്കും. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയം നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇവരെ നയിച്ചത്. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചു. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു. അതായത് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്താൻ കാശ് വേണ്ടേ? അപ്പൊ ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് വിപ്ലവകാരികൾ ശ്രമിച്ചു. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു മക്കളെ. അപ്പൊ ഭഗത് സിംഗ് ആണ് അതിനുശേഷം നേതാവ്. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പൊ ഭഗത് സിംഗ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് 1928. ലാലാ ലജ്പത് റോയിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ആരെയൊക്കെ? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നീ ധീര വിപ്ലവകാരികളെ 1931 മാർച്ച് 23-ന് തൂക്കിലേറ്റി. അപ്പൊ ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. അക്കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപുര കൊള്ളയടിച്ച് ഭരണകൂടത്തെ നെറ്റിച്ചു. അപ്പോ ചിറ്റഗോങ് ആയുധപുര കൊള്ളയടിച്ചത് ആരാണ്? സൂര്യ സെന്നാണ്. ആരാ? സൂര്യ സെൻ. വിപ്ലവ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രീതി ലതാ വദേദാർ, കൽപ്പന ദത്ത, ബീനാദാസ് എന്നിവർ ഇതിൽ പ്രധാനികളായിരുന്നു. അപ്പോ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ലേഡികൾ പ്രീതി ലതാ വദേദാർ, കൽപ്പന ദത്ത, ബീനാദാസ്. പ്രീതി ലതാ വദേദാർ, കൽപ്പന ദത്ത, ബീനാദാസ് എന്നിവർ എന്താണ്? വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം ആണ്. ഇനി ഇവിടെ ഭഗത് സിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പെട്ടിയുണ്ട്. നമുക്കൊന്ന് കാക്കോരി സംഭവം ഉണ്ട് നോക്കാം. ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9-ന് വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ ട്രെയിൻ, അതായത് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ കേസിൽ അറസ്റ്റിലായി. രാംപ്രസാദ് ബിസ്മിൽ, അഷ്റഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ കിട്ടി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ കൊടുത്തു. അപ്പോ കാക്കോരി സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് ദ്വീപിലേക്ക് നാട് കടത്തിയത്? ആൻഡമാനിലേക്ക്. 17 പേർക്ക് തടവ് ശിക്ഷ കൊടുത്തു അല്ലെ. രാംപ്രസാദ് ബിസ്മിൽ, അഷ്റഫുള്ള ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വധശിക്ഷ കിട്ടിയതാ. ഭഗത് സിംഗ് പറയാണ് 1931 യുവരാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്, എന്നാൽ ഞാനൊരു ഭീകരവാദി ഒന്നുമല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാനൊരു ഭീകര പ്രവർത്തകനല്ല. ഒരുപക്ഷെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ കുറച്ചു നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്കൊരു നേട്ടവും കൈവരിക്കാനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർന്ന അപകടത്തെ പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയത എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കണം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പഠിക്കാം. CSP 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നാണ് CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും ഒരു
സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കുകയായിരുന്നു എന്തിന്റെ ലക്ഷ്യം? സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അല്ലെ, കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്തത് കമലാദേവി ചതോപാധ്യായ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവ സാന്നിധ്യമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച അവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല. വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം സ്വന്തം കഴിവുകളെ കുറിച്ചും ചുമതലകളെ കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക, മറ്റ് ലിംഗവിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നിവയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. കണ്ടോ? അതായത് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ തല്ലുകൂടാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ, സ്ത്രീ മുന്നേറ്റം എന്ന് പറയുന്ന ആ ലക്ഷ്യം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. എന്താണ്, സ്ത്രീകളെയും പുരുഷന്മാരെയും തല്ലുപിടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. എന്തിനു വേണ്ടിയിട്ടാ? പുരുഷന്മാരെ അനുകരിക്കുകയല്ല, സ്വന്തം കഴിവുകളെ കുറിച്ചും ചുമതലയെ കുറിച്ചും വനിതകൾക്ക് ഒരു ബോധം വേണ്ടേ, അതിനു വേണ്ടിയിട്ടും മറ്റ് ലിംഗവിഭാഗത്തിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക എന്നതിന് വേണ്ടിയിട്ടുമാണ് എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുന്നത് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നാണ് അവർ പറയണത്. കർഷക മുന്നേറ്റങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ എന്താ പറയുന്നത്, 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യ പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. അപ്പൊ ഉത്തർപ്രദേശിലെ അവധിൽ നടന്ന കർഷക മുന്നേറ്റത്തിന് ഐക്യ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. അപ്പൊ അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ച വർഷം 1936. 1940 കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് സഹായിച്ച പ്രധാന ഘടകമാണ്. പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തെബാഗ സമരം. അപ്പൊ ബംഗാളിലാണ് തെബാഗ സമരം, ആന്ധ്രയിലാണ് തെലങ്കാന സമരം എന്നിവ നടന്നതെന്ന് മനസ്സിലാക്കുക. ഇനി തെബാഗ ചായ് എന്താണ്? അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്ത് തെബാഗ സമരം നടന്നു. തെബാഗ സമരം 46-47. ഭൂപ്രഭുക്കന്മാരായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു കർഷകരുടെ സമരം. വിളവ് രണ്ടായി ഭാഗിച്ച ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതി ഉണ്ടായിരുന്നു. വിളവിനെ മൂന്നായി ഭാഗിക്കണമെന്നും 2 ഭാഗം കർഷകർക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തെബാഗ ചായ്. 3ൽ 2 ഭാഗം ഞങ്ങൾക്ക് വേണം. വി വാണ്ട് ടു തേർഡ് ഷെയർ. വി വാണ്ട് ടു തേർഡ് ഷെയർ എന്ന് വി വാണ്ട് 2/3 ഷെയർ. വി വാണ്ട് 2/3 ഷെയർ കേട്ടോ, 1/2 അല്ല, വി വാണ്ട് 2/3 ഷെയർ അല്ലെ, അങ്ങനെ വേണമെന്ന് ആര് പറയാണ്? ഇവർ പറയാണ്. അപ്പൊ തെബാഗ ചായ് 3ൽ 2 ഭാഗം, അതാണ് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാ പഠിക്കണേ? കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണങ്ങൾ എന്നിവയൊക്കെയാണ്. അങ്ങനെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന, ദേശീയ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന AITUC, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. 2ാം ലോക മഹായുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പിത്തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിൽ അവസാനിച്ചു. ഇനി നോക്കിക്കോളോ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യം. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണത്തിനെതിരെ കലാപം നടത്തി. 1946 ഫെബ്രുവരി 18-ന് മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം NIR കലാപം എന്താണ്? RIR കലാപം. എന്താണ്? RIR കലാപം എന്ന് അറിയപ്പെട്ടു. എന്തറിയപ്പെട്ടെ? RIR കലാപം എന്നറിയപ്പെട്ടു. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചുമാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. കണ്ടോ? കോൺഗ്രസുകാരുടെയും മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ പതാകകൾ ഉയർത്തി. മറ്റ് നാവിക കേന്ദ്രങ്ങളിൽ വ്യാപിച്ച കലാപമാണ്. സൈന്യ ശക്തി ഉപയോഗിച്ചാണ് അവര് ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തിയത്.
ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി തോന്നി. അതിനാൽ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിൽ എത്തുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന ബഹുജന സമരത്തിന് തുടക്കമായി. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ നാം ഈ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. ട്ടോ. ഗാന്ധിജി പറയാണ് 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തിലെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമാകുന്നു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ എല്ലാവരും സമരത്തിന് മുന്നോട്ട് പോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ എസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹ്യ, അരുണ അസഫ് അലി, സുചേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചു. സമരം പലയിടത്തും അക്രമത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്തു വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാരവ്രതം പൂർത്തിയാക്കി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു ചില പ്രദേശങ്ങൾ. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം നടന്നു. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ ഭരണകൂടം 45 വരെ നീണ്ടുനിന്നു. അതുപോലെ ബംഗാളിലെ താംലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം നീണ്ടുനിന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യങ്ങളൊക്കെ ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പൊ ബല്ലിയ, സത്താറ, താംലൂക്ക് കേട്ടോ, ഇവരൊക്കെ ഭരണകൂടങ്ങളായിരുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് നിങ്ങൾ മുകളിൽ വായിച്ചത്. അതായത് 1946 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് എന്തു പറഞ്ഞു? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചു. രാഷ്ട്രപിതാവെ, അങ്ങയുടെ മോചനത്തിനായുള്ള ഈ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഗാന്ധിജിയുമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് എവിടെ എത്തി? സിംഗപ്പൂരിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തു സുഭാഷ് ചന്ദ്രബോസ്. INA പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ ആർക്ക് കഴിഞ്ഞു? INAക്ക് കഴിഞ്ഞു. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതിനു ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. ചോദിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് ഭരണകൂടം പിടികൂടിയ INA ഭടന്മാരെ എവിടെ വെച്ചാണ് വിചാരണ ചെയ്തത്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച്. കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ദില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി.
ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിക്കപ്പെട്ടു. യുദ്ധാന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണയ്ക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾ. അപ്പൊ INA ഭടന്മാരായിട്ടുള്ള കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ദില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുമ്പോൾ ഭയങ്കര ബഹുജന പ്രക്ഷോഭം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു പെട്ടിയുണ്ട്, ശ്രദ്ധിക്കുക എന്താണെന്ന്. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസും INA നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INA പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗം INA ഉണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആയിരുന്നു. INA മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൾ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിന്നീട് പിടിച്ച് തൂക്കിലേറ്റുകയാണ്. INA കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക്. രണ്ടാം ലോക മഹായുദ്ധം മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചുകൂട്ടിയെങ്കിലും വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല കോൺഫറൻസ്. സിംല സമ്മേളനത്തിന് ശേഷം ഉണ്ടായ മറ്റു ചില സുപ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങളായിരുന്നു. ആരാണ്? സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ക്രിപ്സ് മിഷൻ അല്ലെ. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടന നിയമനിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ക്യാബിനറ്റ് മിഷൻ വന്നത് എന്നാണ്? 1946 മാർച്ചിലാണ്. പെട്ടിയിൽ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കുക. മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതായത് ജൂൺ 3 പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയും. 1947 ജൂൺ 3. അവസാന വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ മുന്നോട്ട് വെച്ച പദ്ധതിയാണത്. രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയി. 1947 ജൂലൈ 18 വെള്ളിയാഴ്ച 47 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് ആറാമന്റെ അനുമതിക്കായി ബില്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നു. മേശയുടെ ഒരു വശത്ത് രാജാവിന്റെ പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്ത് പാർലമെന്റിന്റെ പ്രതിനിധിയും സന്നിഹിതനായിരുന്നു. പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് 30 അംഗ സംഘവും അവിടെ എത്തി. പാർലമെന്റിന്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. രാജാവിന്റെ പ്രതിനിധി മറുപടി നൽകി: ലീ റിലേ വോൾട്ട്. രാജാവ് ഇത് അംഗീകരിക്കുന്നു. പാർലമെന്റ് പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുത്തു: ദ ഫെലിക്സ് സ്റ്റോവ് പിയർ ബിൽ. രാജാവിന്റെ പ്രതിനിധി അതും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. പാർലമെന്റ് പ്രതിനിധി മറ്റൊരു ബില്ല് കൈയെടുത്തു: ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ. അല്ലെ, ഹാളിൽ പ്രതിനിധിയുടെ ശബ്ദം മുഴങ്ങി. അതും നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിന്റെ ഭാഗമായി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട 1947 ജൂലൈ 18 വെള്ളിയാഴ്ച ജോർജ് ആറാമന്റെ അനുമതിക്കായി ബില്ലുകൾ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ബില്ലിലെ ആദ്യത്തെ ബില്ല് ഏതാണ്? സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബിൽ. അത് അംഗീകരിച്ചു. രണ്ടാമത്തത് ദ ഫെലിക്സ് സ്റ്റോവ് പിയർ ബിൽ. മൂന്നാമത്തെ എന്താ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ. ഈ 3 ബില്ലും ആരംഗീകരിച്ചു? രാജാവ് അംഗീകരിക്കുകയാണ്. ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചതായിരുന്നു എന്ന് കാണാം. അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ ചിലതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ: അഹിംസ,
ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത. ഈ മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ട് വേണം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകാനായിട്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ഫസ്റ്റത്തെ ചാപ്റ്റർ എന്താ പറയുന്നത് 10th ഫസ്റ്റ് പഠിക്കാനുള്ളതാ നമ്മൾ പഠിച്ചല്ലേ. ഏത് ചാപ്റ്ററാ? ഇന്ത്യയില് നമ്മുടെ ഗാന്ധിജി മഹാത്മാഗാന്ധി വന്നത് തൊട്ട് വരെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം സ്വാതന്ത്ര്യം നേടി തന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലെ. അപ്പോ എന്താ പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഇനി 2 ചാപ്റ്ററും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനും ക്ഷീണിച്ചു. അതായത് ഇത്രയും കുറേയധികം പേജ് ഒരേ സമയം നിങ്ങൾക്ക് വായിച്ചു തരാണ്. പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാലേ കാര്യമുള്ളൂ മക്കളെ. ഒരുമിച്ച് ടീച്ചർ കഷ്ണങ്ങളാക്കി മാറ്റാണ്ട് ചെറിയ ടോപ്പിക്കുകളാക്കാണ്ട് ഒരു ദിവസം നിങ്ങൾ ഇതൊരു 1 മണിക്കൂർ അങ്ങോട്ട് കേൾക്കൂ. കേട്ടത് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങള് ഇപ്പൊ അമ്മമാരൊക്കെ ആണെങ്കിൽ എന്താ പറയാ ജോലി ചെയ്യുന്ന സമയത്തും എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇതിൽ കുറെ പോയിന്റുകൾ നമ്മുടെ മറ്റു ബുക്കുകളിലൊന്നും ഇല്ലാത്തതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റമാണ്. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ പറയാ നന്നായി പഠിക്കുക എന്നുള്ളതാണ് ടീച്ചർക്ക് എപ്പോഴും പറയാനുള്ളത്. എല്ലാവർക്കും ജോലി കിട്ടാൻ സഹായകമായിട്ടുള്ള നല്ല നല്ല പോയിന്റുകളാണ് ഇതിലുള്ളത്. അതൊക്കെ പഠിച്ചു മുന്നേറുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം അതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ചിലപ്പോ ഈ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറോ ഏതെങ്കിലും ഒന്ന് ചർച്ച ചെയ്യാം കേട്ടോ.